ഒരു ഉൽപാദന യൂണിറ്റിന്റെ ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഡിഫൈൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഡിമാൻഡ്. 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. ഒരു ഉൽപാദന യൂണിറ്റിന്റെ ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ചോദനത്തെ അഥവാ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ 2 മാർക്കും ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 4 ഘടകങ്ങൾ അല്ലെങ്കിൽ 4 ഫാക്ടേഴ്സ് ആണുള്ളത്. ആ 4 പേര് മാത്രം എഴുതിയാൽ മതി. എന്നാൽ 4 മാർക്കിനാണെങ്കിൽ ഓരോന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരു സാധനത്തിന്റെ ഡിമാൻഡിനെ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്ന ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യം നിങ്ങൾ പബ്ലിക് എക്സാമിനും പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതെല്ലാമാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പ്രധാനമായിട്ടും 4 ഘടകങ്ങൾ അല്ലെങ്കിൽ 4 ഫാക്ടേഴ്സ് ഉണ്ട് ഒരു സാധനത്തിന്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത്. ഒന്ന്, പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, സാധനങ്ങളുടെ വില. ഡിമാൻഡും പ്രൈസും തമ്മിൽ എന്താണ് ഏറ്റവും അടുത്തൊരു ബന്ധമാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്. ഒരു സാധനത്തിന്റെ ഡിമാൻഡ് സ്വാധീനിക്കുന്ന ഒരു ഏറ്റവും വലിയ ഘടകമാണ് അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഒന്നാമത്തെ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. 2, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ഒരു ഉപഭോക്താവിന്റെ വരുമാനം കൂടുന്നതനുസരിച്ച് ഡിമാൻഡിൽ എന്ത് മാറ്റം ഉണ്ടാവും എന്നൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. 3, പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് ഗുഡ്സ്, ഒരു സാധനത്തെ സ്വാധീനിക്കുന്ന മറ്റൊരുപാട് ഘടകങ്ങളുണ്ട്. അവയുടെ വിലയിലെ മാറ്റം എന്തായാലും നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ ഡിമാൻഡിൽ മാറ്റങ്ങൾ സംഭവിക്കാം. 4, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ, ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യങ്ങളും. ഒരു വ്യക്തിക്ക് താല്പര്യം കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, താല്പര്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 1, പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, സാധനത്തിന്റെ വില. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി അഥവാ സാധനത്തിന്റെ വിലയാണ് ഒന്നാമത്തത്. എങ്ങനെയാണ് സാധനത്തിന്റെ വില ഒരു സാധനത്തിന്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത്? നമ്മൾ പഠിച്ചുള്ള കാര്യമാണ്. ഏറ്റവും ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് പ്രൈസും ഡിമാൻഡും. അതായത് ഇവ തമ്മിലൊരു ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു വിപരീത ബന്ധമാണെന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. വില വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കുറയുകയും എന്നാൽ വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യും. ഇവ തമ്മിലൊരു ഓപ്പോസിറ്റ് ബന്ധം അല്ലെങ്കിൽ ഒരു വിപരീത ബന്ധമാണ് നമുക്ക് പറയാൻ സാധിക്കും. ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. സാധനത്തിന് വില വർദ്ധിച്ചാൽ ഡിമാൻഡ് കുറയും, വില കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ പഠിച്ചുള്ള കാര്യമാണ്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി 2ാമത്തെ ഘടകം ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ഉപഭോക്താവിന്റെ വരുമാനം. വരുമാനം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? വരുമാനം വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കൂടും, വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യും. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കൂടുതൽ സാധനം വാങ്ങാൻ താല്പര്യപ്പെടുകയും ആ സമയത്ത് നമ്മൾ സാധന വിലയൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്നാൽ വരുമാനം കുറയുമ്പോൾ എന്താണ് നമ്മൾ സാധനം വാങ്ങാൻ താല്പര്യപ്പെടാറില്ല. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഇതൊന്നും പ്രാവർത്തികമാവില്ല. കാരണം എന്താണ്, ആ വസ്തുവിന്റെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഒന്നാമത്തത് നോർമൽ ഗുഡ്, 2ാമത്തത് ഇൻഫീരിയർ ഗുഡ്. എന്താണ് നോർമൽ ഗുഡ്, ഇൻഫീരിയർ ഗുഡ് എന്ന് പറഞ്ഞാൽ? നോർമൽ ഗുഡ് എന്ന് പറഞ്ഞാൽ സാധാരണ വസ്തുക്കൾ അല്ലെങ്കിൽ സാധാരണ സാധനങ്ങൾ. ഇൻഫീരിയർ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരം താണ സാധനങ്ങൾ അഥവാ നമ്മൾ വാങ്ങാൻ അത്ര താല്പര്യമില്ലാത്ത സാധനങ്ങൾ. നോർമൽ ഗുഡ് അഥവാ സാധാരണ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ വരുമാനം കൂടുമ്പോൾ, അതായത് ഉപഭോക്താവിന്റെ ഇൻകം വർദ്ധിക്കുന്നതനുസരിച്ച് ഇൻകം ഇൻക്രീസസ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ ഡിമാൻഡും വർദ്ധിക്കും. അപ്പോൾ സാധാരണ സാധനങ്ങൾ അല്ലെങ്കിൽ നോർമൽ ഗുഡ്സിന് എക്സാമ്പിൾ എഴുതാൻ വേണ്ടി 1 വേർഡ് ക്വസ്റ്റ്യനൊക്കെ വരാറുണ്ട്. ഏതാണ് നമ്മൾ സാധാരണ വാങ്ങാൻ താല്പര്യമുള്ള സാധനങ്ങൾ? അതായത് TV, കമ്പ്യൂട്ടർ, നല്ല വസ്ത്രങ്ങൾ, അല്ലെ? ഇതൊക്കെ നമുക്ക് എന്താണ് നോർമൽ ഗുഡിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഒരു വ്യക്തിയുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. ഇങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ നോർമൽ ഗുഡ്സ് എന്ന് പറയും. എന്നാൽ ഇൻഫീരിയർ ഗുഡ്സ് അഥവാ തരം താഴ്ന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല. എന്നാലും നമ്മുടെ വരുമാനത്തിനനുസരിച്ച് വരുമാനം കുറയുമ്പോൾ ഇവയുടെ ഡിമാൻഡ് വർദ്ധിക്കുകയും വരുമാനം കൂടുമ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഡിമാൻഡ് കുറയുകയും ചെയ്യും. എന്താണ് അതിന് എക്സാമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്നതാണ്. വീട്ടിൽ നമ്മൾ വരുമാനം കൂടുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് സ്റ്റൗവും മറ്റൊക്കെ ഉപയോഗിക്കും. എന്നാൽ വരുമാനം കുറയുമ്പോൾ നമ്മൾ മണ്ണെണ്ണ സ്റ്റൗവും മറ്റൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ എന്താണ് വിറകുകളും മറ്റൊക്കെ ഉപയോഗിക്കും. അപ്പോൾ വ്യക്തിയുടെ വരുമാനം കൂടുമ്പോൾ എന്താണ് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ അല്ലെങ്കിൽ മണ്ണെണ്ണ സ്റ്റൗവിൻ്റെ ഒക്കെ എന്താണ് ഡിമാൻഡ് കുറയാണ് ചെയ്യുക. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ നല്ല ഭക്ഷണമൊക്കെ രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ നല്ല ക്വാളിറ്റി ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വരുമാനം കൂടിയെങ്കിൽ മെച്ചപ്പെട്ട ഭക്ഷണം നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ വരുമാനം കുറഞ്ഞാൽ എന്താണ് നോർമൽ ഗുഡ് അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള അല്ലെങ്കിൽ വില കുറഞ്ഞ വസ്തുക്കളാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക.
അപ്പം എന്താണ് നോർമൽ ഗുഡ് എന്നും ഇൻഫീരിയർ ഗുഡ് എന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ രണ്ടാമത് പറഞ്ഞ എന്താണ്, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ഉപഭോക്താവിന്റെ വരുമാനം. ഉപഭോക്താവിന്റെ വരുമാനം കൂടുന്നതും കുറയുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടുകയും കുറയുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇവയെല്ലാം സാധനങ്ങളെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ നാച്ചർ അനുസരിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവയെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. നോർമൽ ഗുഡ് എന്നും ഇൻഫീരിയർ ഗുഡ് എന്നും, സാധാരണ സാധനങ്ങളെന്നും തരം താഴ്ന്ന സാധനങ്ങളെന്നും. മൂന്നാമത്തത് പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് ഗുഡ്സ്, മറ്റ് ബന്ധപ്പെട്ട സാധനങ്ങളുടെ വില. മറ്റ് ബന്ധപ്പെട്ട സാധനങ്ങളുടെ വില എങ്ങനെയാണ് സാധനത്തിന്റെ ഡിമാൻഡ് സ്വാധീനിക്കുന്നത്? എന്നാൽ ഇവയെ നമ്മൾ എന്താണ് പ്രധാനമായിട്ടും ഇതിനെ രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ്. ഒന്നാമത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും മറ്റൊന്ന് കോംപ്ലിമെന്ററി ഗുഡും. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്? അത് പ്രതിസ്ഥാപന വസ്തുക്കള്. കോംപ്ലിമെന്ററി ഗുഡ് പൂരക വസ്തുക്കള്. അപ്പം പ്രധാനമായിട്ടും ഈ പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് ഗുഡ്സ് അല്ലെങ്കിൽ എന്താണ് മറ്റ് ബന്ധപ്പെട്ട സാധന വിലയിലുള്ള മാറ്റത്തെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്നും കോംപ്ലിമെന്ററി ഗുഡ് എന്നും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് അഥവാ പ്രതിസ്ഥാപന വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്ന അതിൽ ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രണ്ട് സാധനങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും അല്ലെങ്കിൽ ടീ ആൻഡ് കോഫി നമുക്ക് പറയാവുന്നതാണ്. സ്വാഭാവികമായിട്ടും ടീയുടെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും കോഫി ഉപയോഗിക്കും. അതായത് എന്താണ്, ടീയുടെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് കുറയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് പകരമായിട്ടുള്ള മറ്റൊരു വസ്തുവാണ് കോഫി, നമ്മൾ അത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പം നമ്മുടെ വാഹനങ്ങളുടെ മറ്റെന്താണ് ചാർജ് വർദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് ഡീസലിന് പെട്രോളിന്റെ ഒക്കെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് സ്വന്തം വാഹനങ്ങൾക്ക് പകരം നമ്മൾ KSRTC ബസ്സും മറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവാറുണ്ട്. എന്താണ് ഇവിടെ പറഞ്ഞുള്ളത്, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു വസ്തുവിന്റെ സ്വാഭാവികമായിട്ടും വില കുറയാനോ അല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യം അല്ലെങ്കിൽ അതിന്റെ ഡിമാൻഡ് വർദ്ധിക്കാനോ കാരണമാകും. രണ്ടാമത്തത് കോംപ്ലിമെന്ററി ഗുഡ്സ്, പൂരക വസ്തുക്കൾ. ഒന്നിന്റെ ഉപയോഗം നടക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊന്നിന്റെ സഹായം കൂടിയേ തീരുള്ളൂ. ഇപ്പൊ പെന്ന് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തിനു വേണം, മഷി വേണം. അല്ലെങ്കിൽ പെന്ന് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇങ്ക് നിർബന്ധമാണ്. കാർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാറിന് പെട്രോൾ നിർബന്ധമാണ്. അപ്പം അതുപോലെ തന്നെ ഒരു വസ്തുവിന്റെ ഉപയോഗം നടക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വസ്തുവിന്റെ ഉപയോഗം കൂടിയേ തീരുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും കാറിന്റെ വില വർദ്ധിച്ചാൽ അല്ലെങ്കിൽ പെട്രോളിന്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രണ്ടിന്റെയും ഡിമാൻഡ് കുറയാനൊക്കെ കാരണമാവാറുണ്ട്. അപ്പോൾ നമ്മൾ കോംപ്ലിമെന്ററി ഗുഡും പറഞ്ഞു കഴിഞ്ഞു. എക്സാമിന് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിനും കോംപ്ലിമെന്ററി ഗുഡ്സിനും രണ്ട് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. എക്സാമിന് ആവർത്തിച്ച് വരുന്നതാണ്, 2 മാർക്കിനൊക്കെ ചോദ്യം വരാറുണ്ട്. അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ 1 മാർക്കിന്റെ ചോദ്യങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഗുഡിന്റെ എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളത് നല്ല രീതിയിൽ പഠിച്ചു പോകണം. ഇനി നാലാമത്തത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ, ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യങ്ങളും. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ, ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യങ്ങളും. എങ്ങനെയാണ് ഒരു ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ താല്പര്യം എങ്ങനെയാണ് സാധനത്തിന്റെ ഡിമാൻഡ് സ്വാധീനിക്കുന്നത്? ഒരു വ്യക്തിയുടെ താല്പര്യം കൂടിക്കഴിഞ്ഞാൽ അവിടെ സാധനത്തിന് വില കൂടിയണോ കുറഞ്ഞിട്ടുണ്ടോ എന്നും ഒരിക്കലും വ്യക്തി നോക്കാൻ തയ്യാറാവില്ല. അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അയാൾ ആ വസ്തു കൂടുതലായിട്ട് വാങ്ങാനും സ്വാഭാവികമായിട്ടും അതിന് ഡിമാൻഡ് വർദ്ധിക്കാനും കാരണമാകും. അല്ലെങ്കിൽ ആ വസ്തുവിനോട് താല്പര്യം കുറയാണെങ്കിൽ അത് വാങ്ങാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വസ്തുക്കളുടെ ഡിമാൻഡ് കുറയാനും കാരണമാകും. ഇതാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ. ഒരു ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ താല്പര്യം കൂടുകയാണ് അല്ലെങ്കിൽ അതിനോടുള്ള ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കൂടുകയാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. എന്നാൽ അതിന്റെ താല്പര്യം കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ അല്ലെങ്കിൽ 1 വേർഡ് ഓരോ മാർക്കിനോ ക്വസ്റ്റനോ ഈ ഒരു ക്വസ്റ്റൻ നിങ്ങൾ പബ്ലിക് എക്സാമിന് വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം താരതമ്യം ചെയ്യുക. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷനും അല്ലെങ്കിൽ മിഡ് ടേം എക്സാമിനേഷനും അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം. ഇവ തമ്മിൽ താരതമ്യം ചെയ്യാം. നമ്മൾ +2 എക്കണോമിക്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ +2 ടെക്സ്റ്റ് ബുക്കിൽ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സ് 2 പാർട്ടുകളാണ്, 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ 6 ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സിന്റെ ഭാഗങ്ങളും പിന്നീടുള്ള 6 ചാപ്റ്ററിൽ മാക്രോ എക്കണോമിക്സിന്റെ ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കാറുള്ളത്. എക്കണോമിക്സ് പഠിക്കുമ്പോൾ തന്നെ എക്കണോമിക്സ് എങ്ങനെയാണ് രൂപം കൊണ്ടതെന്നും അതിൽ മൈക്രോ എക്കണോമിക്സിനും മാക്രോ എക്കണോമിക്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവ ഉത്ഭവിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവയ്ക്ക് പ്രാധാന്യം കൊടുത്ത എക്കണോമിസ്റ്റുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പം
ഇവിടെ നമ്മൾ ഇവ തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 5 മാർക്കിനൊക്കെ ഈ ചോദ്യം നിങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇത് കാണാൻ വേണ്ടി സാധിക്കും. എന്താണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും? മൈക്രോ എക്കണോമിക്സ് ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ് മൈക്രോസ്. മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എക്കണോമിക്സ് രൂപം കൊണ്ടുള്ളത്. എന്നാൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ് മാക്രോസ്. മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എക്കണോമിക്സ് രൂപം കൊണ്ടുള്ളത്. മൈക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത് എന്നാണ് അർത്ഥം വരുന്നത്. അതായത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ചെറിയ ഭാഗങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. എന്നാൽ മാക്രോ എക്കണോമിക്സിലോ സ്റ്റഡീസ് എന്താണ് ഹ്യൂജ് പാർട്ട് ഓഫ് ആൻ എക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥയുടെ കൂടുതലായിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് മൊത്തമായിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം ആദ്യം മൈക്രോ എക്കണോമിക്സ് എന്താണെന്നും പിന്നീട് മാക്രോ എക്കണോമിക്സ് എന്താണെന്നും നമുക്കൊന്ന് ചർച്ച ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. ഒന്നാമത്തത് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ് മൈക്രോസ്. മൈക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മൈക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മൈക്രോ എക്കണോമിക്സ് രൂപം കൊണ്ടുള്ളത്. അതിനർത്ഥം സ്മോൾ എന്നാണ്, അതായത് ചെറുത് എന്നാണ്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ എന്താണ് എക്കോണമിയുടെ സ്മോൾ പാർട്ട് അല്ലെങ്കിൽ ചെറിയ ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. മൈക്രോ എക്കണോമിക്സ് ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ് മൈക്രോസ് വിച്ച് മീൻസ് സ്മോൾ. സമ്പദ് വ്യവസ്ഥയുടെ ചെറിയ ഭാഗങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് ആൻ എക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥയുടെ വ്യക്തിഗത യൂണിറ്റിനെ കുറിച്ച്, ഇൻഡിവിജ്വൽ പ്രൈസ് വ്യക്തിഗത വിലയെക്കുറിച്ച്, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു പ്രൊഡക്റ്റ്, ഒരു ചെറിയ പ്രൊഡക്റ്റിന്റെ അതിനെ കുറിച്ച്, ഉപഭോക്താവിനെ കുറിച്ച്, ഉൽപാദകനെ കുറിച്ച്, ഫാക്ടർ പ്രൈസിങ് ഘടകങ്ങളെ വിലകളെ കുറിച്ച്, തിയറീസ് ഓഫ് ഡിമാൻഡ് അല്ലെ, ഇങ്ങനെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ വളരെ ചെറിയ ഭാഗങ്ങളെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്, നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. അവയെ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിഗത യൂണിറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്താണ് ഒരു സാധനത്തിന് വിലയെക്കുറിച്ചോ ഉപഭോക്താവിന്റെ താല്പര്യത്തെക്കുറിച്ചോ ഉൽപാദകന്റെ ചിന്താഗതിയെക്കുറിച്ചോ ഇങ്ങനെയുള്ള ഘടകങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം മൈക്രോ എക്കണോമിക്സ് ഡിറൈവ് ചെയ്തത് എല്ലാം രൂപം കൊണ്ടുള്ളത് മൈക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ചെറിയ ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. എക്സാമിന് 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദ്യം വരാറുണ്ട്. മൈക്രോ എക്കണോമിക്സിന് എക്സാമ്പിൾ അല്ലെങ്കിൽ എന്താണ് ഒരു മൈക്രോക്കും മാക്രോക്കും 2 വിധം എക്സാമ്പിൾ എഴുതാൻ വേണ്ടി 2 മാർക്കിനോ അല്ലെങ്കിൽ എന്താണ് 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. മൈക്രോക്കും മാക്രോക്കും നിങ്ങൾ എക്സാമ്പിൾ എന്തായാലും പഠിച്ചു വെക്കണം. അപ്പോൾ മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് നമുക്ക് മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് പഠിക്കാവുന്നതാണ്. മൈക്രോ എക്കണോമിക്സിന് അല്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ടും മാക്രോ എക്കണോമിക്സിൽ പറയുന്നത്. മാക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എന്ത് രൂപം കൊണ്ടുള്ളത്? മാക്രോ എക്കണോമിക്സ് രൂപം കൊണ്ടുള്ളത്. മാക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മാക്രോ എക്കണോമിക്സ് രൂപം കൊണ്ടുള്ളത്. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് എന്നാണ്, വലുത് അല്ലെങ്കിൽ കൂടുതൽ എന്നാണ്. ബിഗ് പാർട്ട് ഓഫ് എൻ എക്കോണമി, ഹ്യൂജ് പാർട്ട് ഓഫ് എൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ മൊത്തമായിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഏതൊക്കെയാണ്? അഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ ഇൻകം തിയറി അല്ലെങ്കിൽ നാഷണൽ ഇൻകം, ഇങ്ങനെ എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ, മൊത്തമായിട്ടുള്ള ഡിമാൻഡ്, മൊത്തമായിട്ടുള്ള ചോദനം, രാജ്യത്തിന്റെ വരുമാനം അല്ലെ, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. അപ്പൊ മാക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മാക്രോ എക്കണോമിക്സ് രൂപം കൊണ്ടുള്ളത്. ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഹ്യൂജ് എന്നാണ്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ മൊത്തമായിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത്. മാക്രോ എക്കണോമിക്സിൽ നമ്മൾ എന്ന് പറഞ്ഞത് വിച്ച് സ്റ്റഡീസ് ഓൾ പാർട്ട് ഓഫ് ആൻ എക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥയുടെ മൊത്തമായിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സിൽ മറ്റൊരു പേരും കൂടിയുണ്ട്, ഇൻകം തിയറി എന്നൊരു പേരും കൂടിയുണ്ട്. എന്താണ് വരുമാന സിദ്ധാന്തം എന്ന പേരിലും മാക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നുണ്ട്. എക്സാമിന് 1 മാർക്കിനൊക്കെ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാക്രോ എക്കണോമിക്സിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് സമ്പദ് വ്യവസ്ഥയുടെ മൊത്തമായിട്ടുള്ള ഭാഗങ്ങൾ, അതായത് എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എക്സാമിന് മാക്രോ എക്കണോമിക്സിന് 2 എക്സാമ്പിൾ എഴുതാൻ വേണ്ടി 2 മാർക്കിന് 1 മാർക്കിന് ചോദിക്കും. അഗ്രിഗേറ്റ് ഡിമാൻഡ് മൊത്തം ചോദനം, അഗ്രിഗേറ്റ് സപ്ലൈ മൊത്തം പ്രധാനം, ജനറൽ പ്രൈസ് ലെവൽ അല്ലെ മൊത്തമായിട്ടുള്ള പ്രൈസ് വില നിലവാരം, അല്ലെ ടോട്ടൽ എംപ്ലോയ്മെന്റ് മൊത്തം തൊഴിൽ, നാഷണൽ ഇൻകം ദേശീയ വരുമാനം, ഇങ്ങനെയുള്ള അതുപോലെ എന്താണ് എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്, മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട്.
അപ്പോൾ മാക്രോ എക്കണോമിക്സ് രൂപം കൊണ്ടുള്ളതാണ് മാക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഇതിനർത്ഥം ഹ്യൂജ് എന്നാണ്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ മൊത്തമായിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മൈക്രോ എക്കണോമിക്സിന് എക്സാമ്പിൾ അല്ലാത്തൊക്കെ കൂടുതൽ മാക്രോ എക്കണോമിക്സിലാണ് വരിക. അതുകൊണ്ട് നിങ്ങൾ മാക്രോ എക്കണോമിക്സിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പം നിങ്ങൾ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും നമ്മൾ താരതമ്യം ചെയ്ത് അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എക്സാമിന് എന്തായാലും ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണാൻ വേണ്ടി സാധിക്കും. ഒരു കാട്ടിലൊരു പക്ഷി ഇരിക്കുകയാണെങ്കിൽ ആ പക്ഷിയുടെ കാഴ്ചപ്പാടിൽ കാണുന്നതും ആ മരത്തിന് മുകളിൽ എന്താണ് ആ പക്ഷി ഇരിക്കുന്ന മരത്തിന് മുകളിൽ ഒരു പുഴു ഇരിക്കുകയാണെങ്കിൽ ആ പുഴയുടെ കാഴ്ചപ്പാടിലും കാണുന്നത് രണ്ട് വ്യത്യസ്തമായിരിക്കും. ആ പുഴുവിൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നതിനെ നമ്മൾ മൈക്രോ എക്കണോമിക്സുമായിട്ട് താരതമ്യം ചെയ്യാവുന്നതാണ്. എന്നാൽ ആ പക്ഷിയുടെ കാഴ്ചപ്പാടിൽ കാണുന്നതിനെ നമ്മൾ മാക്രോ എക്കണോമിക്സുമായിട്ട് താരതമ്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം എന്താണ്, ഒരു പക്ഷി കാരണം ഒരുപാട് ഭാഗങ്ങൾ കാണും. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ സമ്പദ് വ്യവസ്ഥയുടെ മൊത്തമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്നാൽ മൈക്രോ എക്കണോമിക്സിലോ സമ്പദ് വ്യവസ്ഥയുടെ വളരെ ചെറിയ ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അന്തരാള വസ്തുക്കൾ എന്നാൽ എന്ത്? ഡിഫൈൻ ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, റൈറ്റ് എക്സാമ്പിൾസ്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് അഥവാ അന്തരാള വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ? എക്സാമിന് കൂടുതൽ ചോദ്യം വരാറുണ്ട്. ഉപഭോഗ വസ്തുക്കൾ അഥവാ കൺസപ്ഷൻ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ് മൂലധന വസ്തുക്കൾ, അല്ലെങ്കിൽ എന്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് അന്തരാള വസ്തുക്കൾ. ഇവയിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് എക്സാമിന് ആവർത്തി ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് അഥവാ അന്തരാള വസ്തുക്കൾ. 2 മാർക്കിന് ഈ ചോദ്യം എന്തായാലും വരാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് വൺ വേർഡ് ക്വസ്റ്റനിൽ 1 മാർക്കിന് ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് അഥവാ അന്തരാള വസ്തുക്കൾ. അന്തരാള വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് യൂസ്ഡ് ആസ് ആൻ ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ് ആർ കാൾഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. എന്തെന്നാൽ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഉപയോഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവ നിർമ്മിക്കാൻ വേണ്ടി മറ്റൊരു വസ്തുവിന്റെ സഹായം കൂടിയേ തീരൂ. അപ്പം ഈ ഒരു മറ്റൊരു വസ്തുവിന്റെ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന ഇങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഷർട്ട് ഉപയോഗിക്കാറുണ്ട്. ഷർട്ട് നമ്മൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, ഷർട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണ്ടി വരും? നൂല് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ നൂലാണ് ഇവിടെ ഇന്റർമീഡിയറ്റ്സ് ഗുഡ്സ് അഥവാ അന്തരാള വസ്തുവായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്, അവിടെ സിമെന്റ് വേണം, അതുപോലെ ഇഷ്ടിക വേണം, മണൽ വേണം. ഇതൊക്കെ ഇന്റർമീഡിയറ്റ്സ് ഗുഡ്സുകളാണ്. കാർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇരുമ്പ് വേണം, പിന്നെ എന്താണ് പെയിന്റ് വേണം. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുവിധം വസ്തുക്കളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് മറ്റൊരു വസ്തുക്കളുടെ സഹായത്തോടു കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സഹായിക്കുന്ന ഈ വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഗുഡ്സ് യൂസ്ഡ് ആസ് ആൻ ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ്. മറ്റൊരു വസ്തു നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നിവേശങ്ങളായിട്ട്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇവിടെ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇന്റർമീഡിയറ്റ് ഗുഡ്സിന് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ്? ഷർട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ടി വരും? നൂല് ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ എന്താണ്, കാർ ഉണ്ടാക്കാൻ വേണ്ടി ഇരുമ്പ് ഉപയോഗിക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾ നമുക്ക് മനസ്സിലാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ്. മറ്റൊരു സാധനത്തിന്റെ ഉൽപാദനത്തിന് വേണ്ടി ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ നമ്മൾ അന്തരാള ഉൽപ്പന്നങ്ങൾ അഥവാ മാധ്യമ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ ബ്രിക്സ് വേണം, സിമെന്റ് വേണം, അയൺ വേണം, ഇതൊക്കെ വേണം. നമുക്ക് ഷൂ ഉണ്ടാക്കണമെങ്കിൽ ലെതർ വേണം, അല്ലെങ്കിൽ എന്താണ് ചപ്പൽ, അല്ലെങ്കിൽ ചെരുപ്പുണ്ടെങ്കിൽ എന്താണ് ലെതർ വേണം. അതുപോലെ അല്ലെങ്കിൽ ബാഗ് ഉണ്ടാക്കണമെങ്കിൽ ലെതർ വേണം. ഇനി നമ്മൾ ബ്രെഡ് ഉണ്ടാക്കണമെങ്കിൽ വീറ്റ് വേണം, ഗോതമ്പ് വേണം. അപ്പം ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അപ്പം ഇന്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു നിർമ്മിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗുഡ്സ് യൂസ്ഡ് ആസ് ആൻ ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ്, ഒരു വസ്തു നിർമ്മിക്കാൻ വേണ്ടി മറ്റൊരു വസ്തുക്കളെ നമ്മൾ ഇൻപുട്ടായിട്ട് അല്ലെങ്കിൽ നിവേശങ്ങളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അതിന് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് അഥവാ അന്തരാള വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ. 2 മാർക്കിനൊക്കെ ഈ ചോദ്യം നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വൺ വേർഡിൽ എന്തായാലും ചോദ്യം വരും. ഇന്റർമീഡിയറ്റ് ഗുഡ്സിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട്.